Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവ് ദാ ഈ ജപമാല രാജ്ഞി എന്ന വലിയ ഒരു ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരെയും അതിശക്തമായി അനുഗ്രഹിക്കുക. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയോട് അങ്ങേയറ്റം സ്നേഹവും വലിയ ബഹുമാനവും പരിശുദ്ധാത്മാവ് സമ്മാനിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയല്ലേ ഈ പരിശുദ്ധ അമ്മ. ഇതാ നമ്മളെ എല്ലാവരെയും വലിയ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് പിടിക്കുക. നമുക്കെല്ലാവർക്കും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് കണ്ണടച്ച് കരങ്ങൾ കൂപ്പി നിങ്ങളുടെ നിയോഗങ്ങൾ ഒന്ന് സമർപ്പിക്കുക. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെയല്ല. നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. അമ്മേ മാതാവേ, അമ്മ വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ട മേഖല ഏതാണോ അത് ഈ സമയത്ത് ഓർക്കുക. എന്നിട്ടത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായി ഇടപെടും. വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂപ്പി നിയോഗങ്ങൾ സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, അമ്മയോട് ചേർന്ന് പാടാം, അമ്മയോട് ചേർന്ന് ധ്യാനിക്കാം. നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ചേർന്ന് പാടിക്കേ എല്ലാവരും. തുടർന്നുള്ള ശുശ്രൂഷ സമയത്ത് ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്ഭുതകരമായിട്ട് അനുഭവിക്കുകയാണ്. ഓ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, നിത്യസഹായകേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, 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 എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ചേർന്ന് പാടാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എല്ലാവരും ആവേ മരിയ കന്യാമാതാവേ, കന്യാമാതാവേ, പാടിക്കേ. ആവേ മരിയ കന്യാമാതാവേ, കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഒരു സാന്നിധ്യ ശക്തി, അതൊരു നിത്യസഹായമാണ്. വിശ്വസിക്കണം. ഓ അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ അത്ഭുതകരമായ സാന്നിധ്യമായി അത്ഭുതങ്ങൾ ഒഴുക്കിയ ആ വലിയ സാന്നിധ്യം ഞങ്ങളിലും നിറയട്ടെ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. കരങ്ങൾ കൂപ്പി തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. ആമേൻ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ തലമുറകൾ തോറും പഠിക്കേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. ചേർന്ന് പാടി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, കന്യാമാതാവേ, ചേർന്ന് പാടാം. ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ,
അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവമേ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അത്ഭുതകരമായ ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. എതിർ ചിന്തകൾ മാറപ്പെടട്ടെ. പൈശാചിക പീഡകൾ മാറപ്പെടട്ടെ. രോഗസൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേ ജപമാല രാജ്ഞിയുടെ ഈ വലിയ അത്ഭുത ശുശ്രൂഷ എനിക്കും നിനക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് അഭിഷേകം പ്രാപിക്കാനുള്ള ശുശ്രൂഷയാണ്. നമ്മൾക്കായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കാം. ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിക്കേ, കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വീട്ടുകാരൊക്കെ ഇല്ല, അവരൊന്ന് വിളിച്ചേ. എന്നിട്ട് അവരോട് പറയണം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ജപമാല രാജ്ഞി പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. നിങ്ങളുടെ കൈകളിൽ ജപമാല ഉണ്ടെങ്കിൽ ആ ജപമാല എടുക്കണം കേട്ടോ. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. കാരണം ഇത് വലിയ ഒരു ആയുധമാണെന്ന് നമുക്കറിയാം. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കരുത്ത് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും വലിയ അനുഗ്രഹമാണ് ഈ ജപമാല നമുക്ക് സമ്മാനിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതായിരിക്കും, കയ്യിലില്ലെങ്കിൽ അത് ഊരിയെടുത്തു, എന്നിട്ട് അത് കൈ പിടിച്ചു. ഈ ജപമാല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഉൾക്കരുത്തുണ്ട്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അല്പസമയം നമ്മളത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു വചനം ഏതാണെന്നറിയാവോ? അത് വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. 10-ാം അധ്യായം 13-ാം തിരുവചനം. സാധിക്കുന്നവര് ബൈബിൾ എടുക്കണം, നോട്ട് ബുക്കിൽ ഈ വചനമൊക്കെ കുറിക്കണം. കാരണം ഇത് വെറുതെ കേൾക്കാനല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഏതാ വചനം? 1 കൊരിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം. നമുക്ക് വളരെ പരിചിതമായ ഒരു വചനമാണ്. ശ്രദ്ധയോടെ നമുക്ക് ആ വചനം കേൾക്കാം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പ്രലോഭനങ്ങൾ എന്നുള്ള സ്ഥാനത്ത് പരീക്ഷകൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, അങ്ങനെ ഏത് മേഖലയിലും നമുക്ക് ആ വിഷയത്തെ കണക്കാക്കാം. ഒരിക്കൽ കൂടെ വായിക്കുന്നു. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും ഒരു പരീക്ഷയും ഒരു അസ്വസ്ഥതയും നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, കണ്ണുനീര് ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, അസ്വസ്ഥതകൾ, കണ്ണുനീര് ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതിജീവിക്കാൻ വേണ്ട ശക്തി നമ്മൾ പിടിച്ചിരിക്കുന്നത് ജപമാലയിലാണ്. ഇത് ഒരു അതിജീവനത്തിൻ്റെ ശക്തിയാണ്. അതിജീവനം എന്ന് പറഞ്ഞാൽ ഇന്നായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ, പ്രലോഭനങ്ങളെ, ഭാരങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഈ ജപമാല നിനക്ക് സമ്മാനിക്കും. അതിന് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരല്പസമയം ഒരു യാത്രയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം മുതൽ മഹത്വത്തിൻ്റെ അവസാനത്തെ രഹസ്യം വരെ,
അടിസ്ഥാനപരമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു നിഴലായി കൂടെയുള്ളത് ആരാണ്? പരിശുദ്ധ അമ്മ. സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം മുതൽ തുടങ്ങുന്ന യാത്ര, സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം ഏതാ? പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ വന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള മംഗളവാർത്ത. എന്തു വാർത്ത? മംഗളവാർത്ത. നമ്മൾ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ അന്ന് മറിയം കേട്ടപ്പോൾ അത്ര മംഗളകരമായിരുന്നു കല്യാണം കഴിക്കാത്ത, പുരുഷനറിയാത്ത ഒരു പെണ്ണ് പ്രസവിക്കാൻ പോകുന്നത് മംഗളകരമാണോ? മംഗളവാർത്ത മറിയം കേട്ട ആ നിമിഷം മുതൽ ജപമാലയുടെ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്ര ആരംഭിച്ച് മുന്നോട്ട് ചെന്ന് മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്ന നിമിഷം വരെ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു അതിജീവനത്തിൻ്റെ യാത്രയാണ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമായ ദൈവവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1, 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം. ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ ഈ മംഗളവാർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായ ചില അനുഭവങ്ങൾ കൃത്യം വ്യക്തമായി ലൂക്കാസ് വിശേഷകന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. അതുകൊണ്ട് ഒരു ചിത്രത്തിൽ ചിത്രം രൂപപ്പെടുത്തുന്നത് പോലെ വളരെ വ്യക്തമാണ്, വളരെ ശക്തമാണ്. ചിത്രത്തിൻ്റെ അവസാനം ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വലതുകരം ഉയർത്തിപ്പിടിച്ചോളൂ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വാക്കിന് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്നത് ഒരു കുഞ്ഞു പേരാണ്. പഠിക്കുന്നത് നല്ലതാണ്. ഫിയാത്ത് എന്നാണ് വിളിക്കുന്നത്. ഫിയാത്ത് ലാറ്റിൻ വാക്കാണ്. ഫിയാത്ത് അർത്ഥം ലെറ്റ് ഇറ്റ് ബി ഡൺ. ദൈവമേ, നിന്റെ ഹിതം നിറവേറട്ടെ. മറിയം ഒരു വലിയ തീരുമാനം ഏറ്റെടുത്തു. എന്താ തീരുമാനം? ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. യജമാനൻ പറയുന്നത് എന്താണോ അത് അതേപടി അനുസരിക്കുന്ന വ്യക്തിയാണ് ദാസൻ അഥവാ ദാസി. അപ്പോൾ മറിയം ഏറ്റെടുത്ത ആദ്യത്തെ സ്റ്റേജ് ഏതാ? ഫിയാത്ത്. ഈ ഫിയാത്തിൽ തുടങ്ങിയ യാത്ര, അതിജീവനത്തിൻ്റെ ജപമാലയുടെ രാജ്ഞിയുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു ചിത്രം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ മനോഹരമായിട്ടുള്ള ഒരു ശില്പം രൂപം കൊടുത്തു. അദ്ദേഹം ഒത്തിരി ശില്പങ്ങൾ, വളരെ ശക്തവും വ്യക്തവുമായ ലോകപ്രശസ്തങ്ങളായ അനേക ശില്പങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചേ, ഒരൊറ്റ ശില്പത്തിൻ്റെ കീഴിൽ മാത്രമേ അദ്ദേഹം പേരെഴുതി ഒപ്പിട്ടിട്ടുള്ളൂ. പൊതുവെ ചിത്രകാരന്മാരുടെ പ്രത്യേകത എന്താ? അവരൊരു ചിത്രം വരച്ചാൽ അവരുടെ ഒരു സിഗ്നേച്ചർ, അവരുടെ ഒരു അടയാളം, ഒരു കൈയൊപ്പ് അവിടെ അവശേഷിപ്പിച്ചിട്ടേ പോകൂ. എന്നാൽ മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരൻ്റെ, ഈ ശില്പിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചിത്രത്തിന്, ഒരൊറ്റ ശില്പത്തിന് മാത്രമേ അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളൂ. ആ ചിത്രത്തിൻ്റെ പേരാണ് പിയാത്തെ. പ്രിയപ്പെട്ടവരെ, റോം സന്ദർശിക്കുന്നവര് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സന്ദർശിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് എവിടെയാ? ഈ പിയാത്തെ. പ്രിയപ്പെട്ടവരെ, പിയാത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ മനോഹരമായ ശില്പങ്ങളായി പല സ്ഥലങ്ങളിലുമുണ്ട്. പല ദേവാലയങ്ങളുടെയും അന്തരീക്ഷത്തിൽ ഈ മനോഹരമായിട്ടുള്ള പിയാത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മറിയത്തിൻ്റെ മടിയിൽ കിടക്കുന്ന പുത്രനായ യേശു, മകനെ നോക്കി നിർനിമേഷയായിട്ടിരിക്കുന്ന മറിയം. പ്രിയപ്പെട്ടവരെ, ഇതൊരു യാത്രയാണ്. എവിടുന്ന് ആരംഭിച്ച യാത്ര? ഫിയാത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര പിയാത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ജപമണികൾക്ക്
പഠിപ്പിക്കാൻ വലിയൊരു പാഠമുണ്ട്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയ വചനത്തിന് തൊട്ടു താഴെ ഒരു കുഞ്ഞു വചനം കൂടെയുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം ഇങ്ങനെയാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തൊട്ടടുത്തൊരു കുഞ്ഞു വചനം ലൂക്കാസ് വിശേഷകൻ എഴുതിയിരിക്കുന്നു: അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നീട് പരിശുദ്ധ അമ്മയുടെ തൊട്ടടുത്ത് നിന്ന് ദൂതൻ ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. 12 വയസ്സെത്തിയ മകനെയും കൊണ്ട് ദേവാലയത്തിലെത്തി അവിടെ വെച്ച് കാണാതാവുന്ന സംഭവം നമുക്കൊക്കെ വളരെ പരിചിതമുണ്ടല്ലോ. ഈ അമ്മ അത്രമേൽ സങ്കടപ്പെട്ട് മകനെ അന്വേഷിച്ച് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാലാഹ വന്നിട്ട് മാതാവിൻ്റെ മറിയത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞോ, മറിയമ്മേ നീ വിഷമിക്കേണ്ട, കുഞ്ഞു ദേവാലയത്തിലുണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. സ്വന്തം മകനെക്കുറിച്ച് നാട്ടുകാർ അതും ഇതും പലതും പറയുന്നത് കേട്ട് ആ അമ്മയുടെ ചങ്ക് പെടഞ്ഞ സമയത്ത് ഏതെങ്കിലും മാലാഖ വന്ന് തൊട്ടടുത്തിരുന്നിട്ട് ഈ മറിയത്തോട് പറഞ്ഞോ? നാട്ടുകാരങ്ങനെ പലതും പറയും, നീ വിഷമിക്കേണ്ട, അങ്ങനെ പറഞ്ഞോ? ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. സ്വന്തം മകൻ കുരിശും കൊണ്ട് കാൽവരിയിലേക്ക് യാത്ര അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് കണ്ട് പെടയുന്ന അമ്മ, പ്രിയപ്പെട്ട ആബേലച്ചൻ കുരിശിൻ്റെ വഴിയൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ അതിലൊരു സ്റ്റേഷൻ അല്ലേ, ഒരു സ്ഥലം കൊടുത്തിരിക്കുകയാണ്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ധ്യാനിച്ചു പോകുമ്പോൾ ഓർക്കേണ്ട കാര്യം, ആ മറിയത്തിൻ്റെ അടുക്കൽ ഏതെങ്കിലും മാലാഖ നിന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞോ, മറിയമേ നീ വിഷമിക്കേണ്ട, ഇവൻ കുരിശേ കയറിയ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞോ? വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ കുരിശിന് കീഴെ നിന്നുകൊണ്ട് സങ്കടപ്പെട്ട് കുരിശേ നോക്കി നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. 33 വയസ്സുള്ള സ്വന്തം മകൻ്റെ ജീവിതം മുഴുവൻ ആ കുരിശിലിങ്ങനെ കണ്ടിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞുവെന്ന് വചനം എഴുതപ്പെട്ടപ്പോൾ ഇത് കേൾക്കുന്ന ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയും ജപമണി കയ്യിൽ പിടിച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഓർത്തുകൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൻ്റെ സഹന വഴികളിൽ നീ എന്നും ഉള്ളിലൊരു കരുത്ത്, അതിജീവനത്തിൻ്റെ കരുത്ത് ഉള്ളിലുണ്ടാവണം. ഒരു മാലാഖയും തൊട്ടടുത്ത് വന്ന് നിന്നെ വീശി നിന്നെ ആശ്വസിപ്പിക്കണമെന്നില്ല. പക്ഷേ ഉള്ളിലൊരു കരുത്തുണ്ടെങ്കിൽ നീ വീണു പോവത്തില്ല. ജപമണികൾ ചെല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം തൊട്ട് നീ തിരിച്ചറിയണം, ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത് ഈ പിയാത്തയിലേക്കുള്ളൊരു യാത്രയാണ്. പിയാത്തയിലേക്ക് ആ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ഈ ബലം കിട്ടണമെങ്കിൽ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചില്ലേ? 1 കൊരിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം. കൃത്യം വ്യക്തമാണ് ഈ വചനം. ദാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവ് സമ്മാനിക്കുന്ന ഒരു സമ്മാന വചനമാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും നിനക്ക് നേരിട്ടിട്ടില്ല. നീ ഇന്ന് കടന്നു പോകുന്ന ഏത് സങ്കടം, ഏത് വിഷമം, ഒറ്റപ്പെട്ട അനുഭവം, ഏത് വിഷമവും ഈ ജപമണിക്കുള്ളിൽ നിനക്കൊരു ഉത്തരം വെച്ചിട്ടുണ്ടെന്ന്. മനുഷ്യ സാധാരണമല്ലാത്ത എന്നതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ സാധാരണമാണെന്ന്. എടോ, താൻ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുമ്പോൾ താൻ ഓർക്കണം, ഇതുപോലെ സമാനമായ അനുഭവങ്ങൾ നിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കുണ്ടെന്ന്. എന്നിട്ട് വചനം പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വസ്തത നിന്റെ ഉള്ളിലാണ്. ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു മനുഷ്യനും നിന്റെ ജീവിതത്തിലെ ഞെരുക്കത്തിൻ്റെ നടുവിൽ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം നൽകാമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യർ പരിമിതികളുള്ളവരാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരല്ല, ദൈവം വിശ്വസ്തനാണ്. വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അനുവദിക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് പ്രശ്നം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അസ്വസ്ഥതയുണ്ടാവും, പക്ഷേ നിനക്ക് അവയെ താങ്ങാൻ പറ്റും. കുരിശും ചുവട്ടിലിരിക്കുന്ന മറിയം നിന്നെ പഠിപ്പിക്കുന്നു, നിനക്കിവയെ താങ്ങാൻ പറ്റും. ഭർത്താവിനോർത്ത് കരയുന്ന ഭാര്യയെ, നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ ഭർത്താവിനെ നേടാൻ നിനക്ക് പറ്റും. ഭാര്യയോർത്ത് കരയുന്ന ഭർത്താവെ, ഇതുപോലെ തന്നെ നിനക്കും കൃപയുണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ,
നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് ആ വചനം വീണ്ടും പഠിപ്പിക്കുന്നത്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ട ശക്തി നൽകുമെന്ന്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം അതാണ്. വെറുതെ ചെല്ലാനല്ല, ഇത് കടത്തു കഴിക്കാനല്ല. എല്ലാ ദിവസവും ചെല്ലണമെന്ന് തിരുസഭ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെല്ലുന്നു അല്ല. മറിച്ച് ഓരോ ജപമാല മുത്തുകൾ ചെല്ലുമ്പോഴും ഈ മറിയത്തെ ഹൃദയത്തോട് ചേർത്തോണം. ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിലും ആശ്വാസത്തിന് വേണ്ടി ചുറ്റുവട്ടത്ത് നോക്കുന്നൊരു മനുഷ്യൻ നിന്നില്ല, എന്നാൽ അങ്ങാണ് എൻ്റെ ആശ്വാസം, അതെൻ്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ബലം, അതിജീവനത്തിൻ്റെ ബലം, ഏതു വലിയ സഹനത്തിൻ്റെ മുമ്പിലും അവയെ അതിജീവിക്കാനുള്ള ചങ്കുറപ്പ് പരിശുദ്ധ അമ്മ സമ്മാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സന്തോഷത്തോടെ തുടർന്നുള്ള ആരാധന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അമ്മേ, അമ്മ കടന്നുപോയ വഴി, ഫിയാത്തിൽ നിന്ന് പിയാത്തയിലേക്കുള്ള ദൂരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്നും അനുഭവിക്കുന്നു. അമ്മേ മാതാവേ, യാത്രയിൽ ഞങ്ങൾക്കൊരു കരുത്തും ബലവുമായി എന്നും കൂടെ ഉണ്ടാവണമേ. അതാണ് ജപമാല നൽകുന്ന ശക്തി. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ ആരാധന സമയത്ത് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്തുക. ആരാധനയിൽ ഒരുമിച്ച് നമുക്ക് പാടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ആരാധനയുടെ സമയം എന്നത് വലിയ സൗഖ്യത്തിൻ്റെ സമയമാണ്. എൻ്റെ മേലും നിന്റെ മേലും ഇതാ യേശു വ്യക്തിപരമായി ഇടപെടുന്ന സമയം. ഈ ശുശ്രൂഷ സമയം കരങ്ങൾ കൂപ്പി ഈ വലിയ സൗഖ്യം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ശുശ്രൂഷ സമയത്ത് നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? പരിശുദ്ധ അമ്മ വലിയ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് പിയാത്തയിലേക്ക് എത്തിയത്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ ഫിയാത്ത് ലെറ്റ് ഇറ്റ് ബി ഡൺ എന്ന് പറഞ്ഞ് ഒരു യാത്ര ആരംഭിച്ച് പിയാത്തയിലെത്തിയത് നമ്മൾ ധ്യാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിന്നോടും പഠിപ്പിക്കുന്നത് ഈ അതിജീവനത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം പുസ്തകം 10-ാം അധ്യായം 13-ാം തിരുവചനം, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും നിനക്ക് നേരിട്ടിട്ടില്ല. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അനേകർ അനുഭവിച്ചിട്ടുള്ളതാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ചൊന്ന് ചിന്തിച്ചേ. നീ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ മറ്റു മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നീ ഓർക്കണം, അനേകർ നിനക്ക് മുമ്പിൽ സഹിച്ചു കടന്നുപോയതാണ്. യേശു നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഇതാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ ജീവിതയാത്രയിൽ വിശ്വസ്തതയോടെ ദൈവം കൂടെയുണ്ട്. ഒരു പക്ഷേ നിനക്ക് തോന്നും ആരുമില്ല, എന്നാൽ നിന്റെ ഉള്ളിൽ ദൈവം നൽകുന്ന അനന്തമായ വലിയ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഇന്ന് നീ കടന്നു പോകുന്ന ഈ അവസ്ഥയിലേക്ക് യേശുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ.
യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല യാതനകളും സഹനങ്ങളും സങ്കടങ്ങളും പരീക്ഷകളും പ്രലോഭനങ്ങളും ഇതാ 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു സൗഖ്യം എൻ്റെ മേൽ വെളിപ്പെടണമേ. ആഗ്രഹിച്ച് ചേർന്ന് നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്ക്, എല്ലാവരും പാടിക്കേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമാക്കണമേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ നീ അനുഭവിക്കുന്ന ശാരീരിക രോഗപീഠകൾ ഒരുപക്ഷെ നിനക്ക് വലിയ സഹനമായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. നീ ഇന്ന് കടന്നു പോകുന്ന അനേക ശാരീരിക രോഗപീഠകൾ ഒരുപക്ഷെ നീ ചിന്തിക്കും, ഈ രോഗം വന്നതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു, ഇനി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് നീ ചിന്തിക്കും. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ, നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. നിന്റെ ജീവിത യാതനകൾക്ക് അർത്ഥമുണ്ട്. ഈ സഹനം നീ ഒറ്റയ്ക്കല്ല, വിശ്വസ്തനായ ദൈവം കൂടെയുണ്ട്. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ചേർന്ന് പാടിക്കേ. അരികിൽ വരേണേ കർത്താവേ, അരികിൽ വരേണേ, ആമേൻ, സദയം തൊടേണേ, സുഖമാക്കണമേ, സുഖമായിടും എൻ്റെ ഉള്ളം. ചേർന്ന് പാടിക്കേ, എല്ലാവരും പാടിക്കേ. അരികിൽ വരേണേ, ഓ ദൈവമേ, സദയം തൊടേണേ, സുഖമാക്കണമേ, സുഖമായിടും എൻ്റെ ഉള്ളം. കണ്ണുകളടച്ച് 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഏതെങ്കിലും സഹനങ്ങൾ ബന്ധ തകർച്ചയിലൂടെ അനുഭവിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, മറ്റുള്ളവർ നിന്നെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. നിന്ന് കടന്നു പോകുന്ന ഏത് അനുഭവമായിക്കൊള്ളട്ടെ, ആ ബന്ധ തകർച്ചകളെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. യേശുവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്നെ സൗഖ്യപ്പെടുത്തണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. അരികിൽ വരണമേ. ചേർന്ന് പാടിക്കേ. അരികിൽ വരേണേ, ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും സഹന വഴികളിൽ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ദൈവശക്തി ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തിലെ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, സഹന വഴികളിലൂടെ കടന്നു പോകുന്നൊരു മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. ഇതാ ഈ നിമിഷം ഈ ആശീർവാദം സ്വീകരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോളൂ. നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് യേശു നൽകുന്ന സമാധാനം, അത്ഭുതകരമായ സൗഖ്യം കടന്നു വരികയാണ്. വിശ്വസിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അരികിൽ വരണേ കർത്താവേ, എന്നെ തൊടണമേ കർത്താവേ. ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം.